ഹലോ ഗായ്സ്, നമ്മളിന്ന് പോകുന്നത് എറണാകുളത്തപ്പൻ ഗ്രൗണ്ടിൽ നടക്കുന്ന മറൈൻ എക്സ്പോ കാണാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങൾ മെർമെയ്ഡിനെ കാണാൻ ഹാപ്പി ആയിട്ടാണ് പോകുന്നത്. ഞങ്ങൾ ബസ്സിലാണ് പോയത്. അപ്പോൾ നമ്മൾ ജനറൽ ഹോസ്പിറ്റലിൻ്റെ അവിടെ നിന്ന് ഫ്രണ്ടിലേക്ക് നടക്കുമ്പോൾ സുഭാഷ് പാർക്ക് കാണാൻ പറ്റും. അവിടെ നിന്ന് വീണ്ടും ലെഫ്റ്റ് പിടിച്ച് ഫ്രണ്ടിലേക്ക് കുറച്ച് നടന്നങ്ങ് പോയി കഴിയുമ്പോൾ നമുക്ക് എറണാകുളത്തപ്പൻ ഗ്രൗണ്ട് കാണാൻ പറ്റും. നമ്മളിങ്ങനെ ലെഫ്റ്റ് ചേർന്ന് കുറേ പോകുമ്പോൾ കുറേ വഴിയോര കച്ചവടക്കാരെ ഇവിടെ കാണാൻ പറ്റും. ഒരു കുറേ മറ്റേ ടോയ്സ് കാര്യങ്ങളൊക്കെ വിൽക്കുന്ന ആൾക്കാർ കുറേ പേരുണ്ട്. നമ്മൾ ഈ സൈഡ് തന്നെ പിടിച്ച് ലെഫ്റ്റിലേക്ക് തന്നെ പോകേണ്ടത് എത്താനായിട്ട്. ദേ ഗൈസ്, ജൈൻ വീൽസ് കയറാൻ ആഗ്രഹമുണ്ടോ ഗൈസ്? എനിക്ക് ആഗ്രഹമുണ്ടോ, പക്ഷെ പേടിയാണ്. നിങ്ങളിവിടെ പായസക്കടയൊക്കെ കണ്ടിട്ടുണ്ടോ? ഇവിടെ റൈറ്റ് സൈഡിൽ പായസക്കടയൊക്കെ ഉണ്ട്. അതും കഴിഞ്ഞ് നമ്മൾ വീണ്ടും ഫ്രണ്ടിലേക്ക് പോകുമ്പോൾ നമുക്ക് എൻട്രൻസ് കാണാൻ പറ്റും. നമ്മളങ്ങനെ കയറാൻ പോവാണ് ഗൈസ്. ഇത് കണ്ടോ, ലെഫ്റ്റ് സൈഡിൽ ഒത്തിരി ലൈറ്റൊക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാർ ഇവിടെ കാണാൻ വരുന്നുണ്ട്. നമ്മൾ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ ആലോചിച്ചിരിക്കുമായിരുന്നു പോകാൻ വേണ്ടിയിട്ട്. ഇത് ഓഗസ്റ്റ് 15 തൊട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. ഇനി എത്ര ദിവസം ഉണ്ടെന്ന് എനിക്കറിയില്ല. നമ്മൾ ടണലിലേക്ക് കയറിയിട്ടില്ല, പക്ഷെ കയറുമ്പോൾ തൊട്ടേ നമുക്ക് റൈറ്റിലും ലെഫ്റ്റിലൊക്കെ ആയിട്ട് മീനുകൾ, ഒരുപാട് കുഞ്ഞു കുഞ്ഞു മീനുകളും ഒക്കെ ഉണ്ട്. ഒത്തിരി വലിയ വലിയ മീനുകളും ഉണ്ട്. ഒരു 4-5 കിലോയൊക്കെ വലിപ്പം വരുന്ന കൂട്ട് വലിയ മീനുകളൊക്കെ ഇന്നത്തെ കാണാൻ പറ്റുന്നുണ്ട്. ബട്ട് ഈ ലൈറ്റിങ്ങും സംഭവമൊക്കെ ഉള്ളതുകൊണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. കയറി നമ്മൾ വീണ്ടും ഫ്രണ്ടിലേക്ക് പോകുമ്പോൾ റൈറ്റിൽ ലെഫ്റ്റിലൊക്കെ ഒത്തിരി മീനുകളുണ്ട്. നിങ്ങളിനി ബാക്കി മീനിൻ്റെ വീഡിയോസൊക്കെ കണ്ട് എൻജോയ് ചെയ്യുക ഗൈസ്. അങ്ങനെ നമ്മൾ ടണലിൽ കയറാൻ പോവാണ്. ടണലിൽ കയറിയിട്ട് റൈറ്റും ലെഫ്റ്റും മേളിലൊക്കെ ആയിട്ട് നല്ല ഭംഗിയാണ് കാണാൻ. ഒരു വട്ടമെങ്കിലും നിങ്ങൾ പോയി കണ്ട് നോക്കണം. ലൈറ്റിങ്ങിൻ്റെ ഇതും മീനിനെ കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. ഒരുപാട് ആൾക്കാർ കാണാനായിട്ട് വന്നിട്ടുണ്ട്. നല്ല തിരക്കായിരുന്നു. കുറേ കുഞ്ഞു കുഞ്ഞു ബേബീസൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെയാണെങ്കിലും നല്ലപോലെ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. ഈ ഒരു ഏരിയ തൊട്ട് വലിയ വലിയ മീനുകളായിരുന്നു ഉണ്ടായിരുന്നത്. ഈ ഒരു ഏരിയ കൊണ്ട് ഈ ഒരു ടണലിൻ്റെ മീനിൻ്റെ ഇതൊക്കെ കാണുന്നത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ബട്ട് ഇത് നല്ല രസമുണ്ട് കാണാൻ. നമുക്ക് ഒത്തിരി ഇഷ്ടപ്പെടും. മീനൊക്കെ കാണാൻ താല്പര്യമുള്ളവർക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടപ്പെടും. ഇത് കഴിഞ്ഞ് ടണൽ കഴിഞ്ഞ് ഇറങ്ങുന്നിടമാണിത്. ഈ ടണലിൻ്റെ ഏരിയ ഇറങ്ങിക്കഴിഞ്ഞ് ടണൽ ലെഫ്റ്റ് റൈറ്റിലൊക്കെ ആയിട്ട് ഒരുപാട് മീനുകൾ, അവർ പല പല വെറൈറ്റി ടൈപ്പ് മീനുകൾ കാണിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇവിടുന്ന് ഇറങ്ങുന്ന നമ്മൾ ഏറ്റവും വെയിറ്റ് ചെയ്ത സാധനത്തിനെ കാണാൻ വേണ്ടിയിട്ടാണ് മെർമെയ്ഡ്. നമ്മൾ മെർമെയ്ഡിൻ്റെ അടുത്ത് ഇപ്പോൾ ഒരുപാട് ബേബീസ് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് അവിടെ നിൽക്കുന്നത്. കാരണം നമ്മൾ സിനിമയിലല്ലേ ഏറ്റവും കൂടുതൽ മെർമെയ്ഡ്സിനെ കണ്ടിട്ടുള്ളൂ. അങ്ങനെ ഇവരെല്ലാവരും ബേബീസ് എല്ലാം വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. കുറേ ആൾക്കാർ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് നല്ല ഭംഗിയുണ്ട് അവർ അതിനകത്ത് ഇങ്ങനെ നീന്തി നിൽക്കുന്ന കാണാൻ.
അങ്ങനെ നമ്മൾ അവിടുന്ന് ഇറങ്ങി. ഇവിടുന്ന് ഇറങ്ങിയിട്ട് ലെഫ്റ്റിൽ റൈറ്റിൽ ഒരുപാട് കടകൾ അവർ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ വെയിറ്റിംഗ് ഏരിയ ഒക്കെ ഉണ്ടായിരുന്നു. കുറേ അധികം സാധനങ്ങൾ വിൽക്കാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. കുറേ ചോക്ലേറ്റ്സ് അതും ഇതൊക്കെ ആയിട്ട് കുറേ ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ കുറേ സെറ്റ് ഓഫ് കമ്മലുകൾ വിൽക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. കത്തി, അങ്ങനെ കുറേ സാധനങ്ങൾ. പിന്നെ ഒരു നൊസ്റ്റാൾജിക് സംഭവം കണ്ടത് ഇതാണ്, മോതിരത്തിൽ പേരെഴുതുന്നത്. പണ്ട് ശിവരാത്രി ടൈമിൽ ഒക്കെ ഇരിക്കുമ്പം ഈ റോഡ് സൈഡിൽ ആൾക്കാരിങ്ങനെ വരും, ഇതുപോലെ മോതിരത്തിൽ അല്ലെങ്കിൽ ലോക്കറ്റിലൊക്കെ പേരെഴുതുന്ന ആൾക്കാർ. അതുപോലെ ഈ ചേട്ടൻ ഇങ്ങനെ എഴുതുന്ന കണ്ടപ്പോൾ എനിക്ക് പഴയ കാലമൊക്കെയാണ് ഓർമ്മ വന്നത്. ശിവരാത്രി ടൈമിൽ നമ്മളിങ്ങനെ കറങ്ങി നടക്കുമ്പോൾ മോതിരത്തിൽ പേരെഴുതിയൊക്കെ ഇടുന്നൊരു ഇഷ്ടമായിരുന്നു ആ ടൈമിൽ. അതാണിപ്പോൾ ഓർമ്മ വന്നത്. ആർക്കെങ്കിലും ഇങ്ങനത്തെ നൊസ്റ്റാൾജിക് ഓർമ്മകളൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ പോയിട്ട് പേരൊക്കെ എഴുതി ചുമ്മാ വാങ്ങി കയ്യിലൊക്കെ ഇടാം. ഇവിടുന്ന് ഒരുപാട് ആൾക്കാർ ഇപ്പോഴും ഇതൊക്കെ എഴുതി മേടിക്കുന്നൊക്കെ ഉണ്ട്. ബട്ട് എനിക്കിഷ്ടമായി കണ്ടപ്പം, കാരണം അതൊക്കെ ഓർക്കാൻ കിട്ടിയതുകൊണ്ട്. ഇതൊക്കെ കണ്ടിറങ്ങി കഴിഞ്ഞപ്പോൾ ഫ്രണ്ടിലേക്ക് നടക്കുമ്പോൾ ഇനി കുറേ അവിടെ ഡ്രസ്സുകളും ടോയ്സും ഒക്കെയാണ്. ഈ കുത്താമ്പുള്ളി കൈത്തറിയുടെയൊക്കെ ഡ്രസ്സുകൾ അവിടെ അവർ കൊടുക്കുന്നുണ്ടായിരുന്നു. ഗായ്സ്, നിങ്ങളെ ഞാനൊരു സൂത്രം കാണിച്ചു തരാം. പഴയകാല മുട്ടായികൾ കുറേ എണ്ണം, നമ്മളിത് കുറേ എണ്ണം മേടിച്ചിട്ടുണ്ട് ഗായ്സ്. ഞാൻ ഇനിയൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് അത് ഇടുന്നതായിരിക്കും. കുറേ അധികം പഴയ മുട്ടായികൾ, നിങ്ങൾക്കിത് കാണുമ്പോൾ കുറേ എണ്ണം നിങ്ങൾക്ക് പണ്ട് കണ്ടത് ഓർമ്മ ഉണ്ടാവും. പിന്നെ കുറേ ഫുഡ് ഐറ്റംസ് അവർ വെക്കുന്നുണ്ടായിരുന്നു, പഴയ ടൈപ്പ്. ഇങ്ങനെ ബോക്സായിട്ട് ഓരോരോ കവറായിട്ട് അവർ കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഈ ഒരു സെക്ഷനിലും ഫുള്ള് ചോക്ലേറ്റ് പോലത്തെ മീൻസ് പഴയ ടൈപ്പ് ജെല്ലി മുട്ടായിയൊക്കെ ഉണ്ടായിരുന്നു. കുറേ സാധനങ്ങളുണ്ടായിരുന്നു ഈ ഒരു ഏരിയയിലും. അങ്ങനെ നമ്മളിതൊക്കെ കണ്ട് പുറത്തേക്ക് ഇറങ്ങി. ഇത് പുറത്തുള്ള സംഭവങ്ങളാണ്. പുറത്തിറങ്ങുന്ന ഈ സൈഡിലായിട്ട് പൊട്ടറ്റോ ട്വിസ്റ്ററൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതിന്ന് കുറേ ആൾക്കാർ വാങ്ങി കഴിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെയാണെങ്കിലും കുറേ പിള്ളേർക്ക് കളിക്കാൻ പറ്റുന്ന കുറേ സംഭവങ്ങൾ അവർ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ എക്സിറ്റ് വഴി ഇറങ്ങുകയാണ് ഗൈസ്. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ കുറേ ബലൂണൊക്കെ ഇട്ട് ആൾക്കാരൊക്കെ ഒപ്പം ഉണ്ടായിരുന്നു. അവിടെ നമ്മളൊരു ബലൂണൊക്കെ വാങ്ങി. അത് കഴിഞ്ഞ് നമ്മൾ ഇവിടുന്ന് ഊബർ വിളിച്ച് വീട്ടിൽ പോവാണ് ഗൈസ്. ബായ്.